സോ വാട്ട്സ് അപ്പ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്ന ആണ് ഇലൈട്ര. ഓക്കെ, ഇലൈട്ര ഈ സാധനം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ തോളത്തി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പഠിക്കാൻ? അതൊക്കെ ട്രിക്കാ, അതൊക്കെ ഇപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല. നല്ല സൂചിയാണ്, ഇത് നല്ല ഡാമേജ് തന്നെയാണ് കൂടെ ലാൻഡ് ചെയ്യുമ്പോൾ. ഫസ്റ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഹൈറ്റ് പ്ലേസിൽ നിന്ന് എങ്ങനെ പറപ്പിക്കണം എന്ന് വെച്ചാൽ ഗ്ലൈഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ചാടുമ്പോൾ തന്നെ അത് വരും. ഫസ്റ്റ് നമ്മളിങ്ങനെ സ്പീഡ് ഓതി വന്നിട്ട് ജമ്പ് വട്ടനെ 3 വട്ടം നിൽക്കണം. 3 വട്ടം നിൽക്കുമ്പോൾ ഇലൈട്ര ആക്ടിവേറ്റ് ആകും. അതിപ്പം നമുക്ക് സിമ്പിളായിട്ട് കയറാം. ഞാൻ ഈ സ്റ്റെയർ കേസ് അല്പം കൂടി ബിൽഡ് ചെയ്യട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ സ്റ്റെയർ കേസിൻ്റെ വേണമെന്നില്ല, ഇത് പിന്നെ ഒരു പുതിയ ഫ്ലാറ്റ് ബേർഡാണ്. എന്നാൽ ഞാൻ ഓരോ ക്ലഞ്ചുകൾ കാണിക്കും. ഓക്കെ, ഇത് കണ്ടോണേ, ഓടുക, 3 വട്ടം ജമ്പേ നിൽക്കുക. അപ്പോൾ ഇലൈട്ര ആക്ടിവേറ്റ് ആയിക്കോളും. പെട്ടെന്ന് ഓടിച്ചാലോ, എന്നാലേ ഉള്ളൂ ഇത് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓടിക്കണം ഇങ്ങനെ. അപ്പോൾ ഇലൈട്ര ഗ്ലൈഡ് മോഡ് ആക്ടിവേറ്റ് ആവും. ഇനി റോക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകും. അതെ അവിടെ ഓക്കെ, റോക്കറ്റ് ഉണ്ടെങ്കിൽ ഗ്ലൈഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, പിന്നെ സ്പീഡ് എടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ റോക്കറ്റ് ഇല്ലെന്ന് വിചാരിച്ചോ, അപ്പം അതെ നല്ല ഹൈറ്റ് പ്ലേസിൽ നിന്ന് പോയാൽ മതി. ഇലൈട്ര തന്നെ ഗ്ലൈഡ് ചെയ്ത് പോയിക്കോളും. ഞാൻ നല്ല ഹൈറ്റായ പ്ലേസിൽ ഒന്ന് ബിൽഡ് ചെയ്യട്ടെ. കണ്ടോ ഗൈസ്, ഓക്കെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കറിയാത്തവർക്കാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഞാൻ ഒരു ചെറിയൊരു സ്റ്റെയർ കേസും കൂടി പണിയട്ടെ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ ഇലൈട്ര എങ്ങനെ ഓടിക്കണ്ടേന്ന് അത് കണ്ടതല്ലേ മതിയെ. ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തീരും. എടോ തീർന്നു, പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ മതി. ഓക്കെ, അതെ ഫയർ ബക്ക് കണ്ട ഇലൈട്ര തന്നെ ഗ്ലൈഡ് മോഡ് ഇങ്ങനെ പറന്ന് പോയിക്കോളും. ഇപ്പം ഇത്രയും ദൂരമായി ഇലൈട്ര, ഇത്രയും ദൂരം ഇലൈട്ര. ഇനി ഇലൈട്ര ഫയർ ഗ്ലൈഡ് മോഡിൽ ആക്കുന്ന കാണിച്ചു തരാം. പിന്നെ ഇലൈട്ര റിപ്പയർ ചെയ്യണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫാൻ്റെ മെംബ്രെയിൻ ഉപയോഗിച്ചാൽ മതി. ഇലൈട്ര ഫയർ വർക്ക് കൊണ്ട് ചെയ്യുമ്പോൾ ഇത്രയും ബ്ലോക്ക് കണ്ടില്ലേ, അതിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ? അടുത്ത തലേന്ന് ലോഞ്ച് ചെയ്യുന്ന എങ്ങനെയാണ്, അത് വെരി സിമ്പിളാണ് എനിക്ക്. പക്ഷേ നിങ്ങൾ പുതിയ ആൾക്കാരാണ്, ഇത് നിങ്ങൾക്ക് ഇച്ചിരി ടഫായിരിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് കയറിയ പോലെ തന്നെയാണ്, പക്ഷെ അല്പം വ്യത്യാസം. നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനല്ലേ പോകുന്നത്, അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെന്ന് ഇങ്ങനെ ചെയ്ത് റോക്കറ്റ് കയ്യിരിക്കണം, എന്നാലേ ഉള്ളൂ ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് സാധനം റോക്കറ്റ് കയ്യിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇലൈട്ര കണ്ട, ശ്രദ്ധിച്ചിരിക്കണം. ഇലൈട്ര താഴെ വീഴുന്നതിനെക്കാട്ടും മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്യല്ലേ, റോക്കറ്റ് കണ്ടാണ് ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ പോയി 3 വട്ടം നെക്കി കണ്ട, മനസ്സിലായോ? ഇലൈട്ര താഴെ വീഴണം കേട്ടോ. ഇലൈട്ര 1 സെക്കൻഡ് താഴെ വീഴുന്നതിനെക്കാട്ടും മുമ്പ്
നമ്മൾ ലോഞ്ച് ചെയ്യണം ആ സാധനം. ഇത് 3 വട്ടം നിൽക്കുമ്പോൾ ഇലേറ്റർ ആക്ടിവേറ്റ് ആകും. അതുപോലെ തന്നെ ഇങ്ങനെ ചെന്ന് അടുത്ത ഇലേറ്റർ എവിടെ കിട്ടുന്നതെന്ന് അത് പറഞ്ഞുതരാൻ വലിയ കാര്യമൊന്നുമില്ല. അത് വെരി സിമ്പിളായിരുന്നു. ഓക്കെ, ഇലേറ്റർ എവിടെ കിട്ടുന്നതെന്ന് അത് ഈ ഞാൻ എൻ്റെ തോളേന്ന് ഊരിയാക്കട്ടെ. ഈ റോക്കറ്റും ഈ ഇലേറ്റർ എവിടെ കിട്ടുന്നതിന് ഇലേറ്റർ നമ്മൾ NCT കിട്ടും. മറ്റേ ഷിപ്പില്ലേ, NCT ഷിപ്പ്, അതേ കിട്ടും. ഇത് എടുക്കല്ലടാ, ഈ സാധനം NCT ഷിപ്പിൽ കിട്ടും. ആ ഇലേറ്റർ ഈ സാധനം 2-3 ഷോക്കർ കാണും. അതിനെ നമ്മൾ പൊട്ടിച്ച് കളയണ്ട, ഇതിനെ കൊന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഷോക്കർ ബോക്സ് ആക്കും. ഇനി ഫയർ വർക്ക്. എവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ ഫസ്റ്റ് ക്രീപ്പറിനെ കൊല്ലണം. അത് കഴിഞ്ഞ് ഗൺ പൗഡർ, ക്രീപ്പറിനെ കൊല്ലുമ്പോൾ ഗൺ പൗഡർ അല്ലേ കിട്ടുന്നത്? ആണല്ലോ. അപ്പോൾ ആ ഗൺ പൗഡറും പിന്നെ ഷുഗർ കെയിൻ്റെ പേപ്പറും ഉണ്ടാക്കിയാണ് നമ്മൾ ഫയർ വർക്ക് ഉണ്ടാക്കേണ്ട. ഇലേറ്റർ തോളി ഇട്ടേക്കില്ല. അതാണ് ഇലേറ്ററുടെ കാര്യം. ഞാൻ തന്നെ ഇപ്പോൾ പൊട്ടം കളിക്കും ഇതും കൊണ്ട്. ചേട്ടാ ഗൈസ്, ഇത് പണ്ട് കണ്ട ഇത് സൂര്യനെ നോക്കി ചെയ്. എടാ കോരി, നീ എന്തുവാടാ പറഞ്ഞേ? കോരി എന്ത് ഓർത്ത് എന്നെ കളിയാക്കിയെന്നല്ലോ. എടാ പൊട്ട കോരിയല്ലോ, ഞാൻ എന്തിനാണ് എന്നെ കളിയാക്കി? എത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോടെ? എന്തുവാ നീ പറഞ്ഞേ? പൊട്ടൻ ചെവിയും കേൾക്കില്ല. എന്തുവാടാ നീ പറഞ്ഞേ? പൊട്ടൻ ചെവിയും കേൾക്കത്തില്ല. ഇതാ നിനക്ക് കിട്ടുന്നത് നിന്റെ സാധനേ. ഞാനേ ഒരു കാര്യം ചെയ്യുമോ, എനിക്കൊന്നും വേണ്ട. നിന്നെ കളിയാക്കിയതില്ലേ, നിന്നെ ബീച്ച് മുന്നിൽ വെച്ച് എന്നെ തിന്നടാ. ഇനി ആ കോരി അവനെ എന്നെ കളിയാക്കി ഞാൻ കേട്ടെ.